നീക്കത്തിന് മറുപണിയുമായി ഇന്ത്യ. ഗോളടിക്കൂ, ഫുട്ബോൾ സമ്മാനമായി നേടൂ. LED ടിവികൾക്ക് 70% വരെ ഡിസ്കൗണ്ട്. ആഘോഷിക്കൂ ഈ ഫുട്ബോൾ വേൾഡ് കപ്പ് ഗോപുനന്ദിലെ ജിമാർട്ടിനൊപ്പം. ഈയിടെ പാകിസ്ഥാൻ ബഹിരാകാശത്തേക്ക് 6 ഭൗമ നിരീക്ഷണ ഉപഗ്രഹങ്ങൾ അയച്ചെന്നും അവയ്ക്ക് ഇന്ത്യയുടെ ഭൗമോപരിതലത്തിലെ മുഴുവൻ നീക്കങ്ങളും അടുത്തു കാണാൻ സാധിക്കുമെന്നും വാർത്തകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ ഇതിന് മറുപടിയുമായി വമ്പൻ നീക്കമാണ് ഇന്ത്യ നടത്തിയത്. ഇന്ത്യൻ നാവികസേനയുടെ 20 പോർ കപ്പലിൽ ഘടിപ്പിക്കാൻ ഇന്ത്യ പുതിയ ജാമിംഗ് സംവിധാനം വികസിപ്പിക്കാൻ പോവുകയാണ്. ഇതിനായി 449 കോടി രൂപയാണ് കേന്ദ്ര പ്രതിരോധ വകുപ്പ് ചെലവഴിക്കുന്നത്. ബംഗളൂരു ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അക്കോർഡ് സോഫ്റ്റ്വെയർ ആൻഡ് പ്രൈവറ്റ് സിസ്റ്റം ലിമിറ്റഡും കേന്ദ്ര പ്രതിരോധ വകുപ്പുമാണ് ഈ കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ കപ്പലുകളിൽ ആധുനിക ജാമിംഗ് സംവിധാനങ്ങൾ ഘടിപ്പിക്കുന്നതിന്റെ പ്രധാന ലക്ഷ്യം എന്താണെന്നോ, ഇത് പാകിസ്ഥാൻ ഈയിടെ ഇന്ത്യയുടെ വിവരം ചോർത്താൻ അയച്ച ഉപഗ്രഹങ്ങൾ ഇന്ത്യയുടെ രഹസ്യം ചോർത്തുന്നത് തടയുക എന്ന് തന്നെയാണ്. 2 രീതികളിലാണ് ഇത് ആധുനിക ജാമിംഗ് സംവിധാനങ്ങൾ പാകിസ്ഥാന്റെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹങ്ങളെ തടയുക. ECGMS എന്ന അത്യാധുനിക ജാമറുകളാണ് ബംഗളൂരു കമ്പനി വികസിപ്പിക്കുക. ഇൻഹാൻസ്ഡ് കേപ്പബിലിറ്റി ഗ്ലോബൽ നാവിഗേഷൻ സിസ്റ്റം നാവിഗേഷൻ എന്നാണ് ECGMS എന്നതിന്റെ അർത്ഥം. ഇത് 100% തദ്ദേശീയമായി വികസിപ്പിക്കുന്ന ഒന്നാണ്. ഒരു ഉപഗ്രഹത്തിന്റെ പ്രധാന ഭാഗം ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം അഥവാ GNSS ഒരു പ്രധാന ഭാഗമാണ്. ലോകത്തെവിടെയും കൃത്യമായ സ്ഥാനനിർണ്ണയം നടത്താൻ ഉപയോഗിക്കുന്ന സംവിധാനമാണിത്. തങ്ങളുടെ ലക്ഷ്യം എവിടെയാണെന്ന് പറഞ്ഞു കൊടുക്കാൻ സാറ്റലൈറ്റുകളെ ഈ സിസ്റ്റമാണ്. ഇന്ത്യ വികസിപ്പിക്കുന്ന ECGMSന്റെ ഈ പാകിസ്ഥാൻ ഉപഗ്രഹങ്ങളുടെ ഗ്ലോബൽ നാവിഗേഷൻ സംവിധാനത്തെ തടയാനുള്ള മിടുക്കുണ്ട്. നമ്മുടെ കപ്പലിൽ ഘടിപ്പിച്ച ഇത് പാകിസ്ഥാന്റെ സാറ്റലൈറ്റുകളെ തെറ്റായ പ്രവർത്തനങ്ങളിലേക്ക് നയിക്കും. ഇതോടെ ഈ പാകിസ്ഥാൻ സാറ്റലൈറ്റുകളുടെ സന്ദേശം അനുസരിച്ച് കുതിച്ചു വരുന്ന മിസൈലുകൾ തെറ്റായ സ്ഥാനങ്ങളിൽ പതിക്കും. ഇതുമൂലം ഇന്ത്യക്ക് വലിയ നാശനഷ്ടങ്ങൾ ഒഴിവാക്കാനാകും. ഈ ജാമറുകൾ നമ്മുടെ യുദ്ധക്കപ്പലുകളുടെ സ്ഥാനം പാകിസ്ഥാൻ റഡാറുകൾ കൃത്യമായി കണ്ടുപിടിക്കുന്നതിനെ തടയുന്നു. അതേസമയം പ്രതിരോധ മേഖലയിൽ സുപ്രധാനവും വിപ്ലവകരവുമായ ചുവടുവെപ്പുമായി ഇന്ത്യൻ വ്യോമസേന മുന്നോട്ടു പോവുകയാണ്. പ്രതിരോധ രംഗത്തെ പങ്കാളിയുമായി സഹകരിച്ച് തദ്ദേശീയമായി ദീർഘദൂര കാമിക്കാസെ ഡ്രോണുകൾ സംയുക്തമായി വികസിപ്പിക്കുന്നതിനുള്ള മെഗാ പദ്ധതിയാണ് വ്യോമസേന ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഈ ഡ്രോണുകളെ വൺവേ അറ്റാക്ക് ആൻഡ്മാൻ ഏരിയൽ സിസ്റ്റം എന്നാണ് സൈന്യം വിശേഷിപ്പിക്കുന്നത്. ഡ്രോണിന്റെ മുഴുവൻ രൂപകൽപ്പനയിലും ഭൗമിക സ്വത്തവകാശത്തിലും പൂർണ്ണ നിയന്ത്രണവും ഇന്ത്യൻ സൈന്യത്തിനാണ്. ഈ ഹൈടെക് പദ്ധതിയുമായി ഇന്ത്യൻ കമ്പനികളെ തെരഞ്ഞെടുക്കുന്നതിനായി വ്യോമസേന ടെൻഡർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. പദ്ധതി ഏകോപിപ്പിക്കുന്നതിനും മേൽനോട്ടം വഹിക്കുന്നതിനുമുള്ള ഉത്തരവാദിത്തം കോയമ്പത്തൂരിൽ സ്ഥിതി ചെയ്യുന്ന വ്യോമസേനയുടെ സുലീരിലുള്ള 5 ബേസ് റിപ്പയർ ഡിപ്പോയ്ക്കാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഇത് പദ്ധതിയുടെ പ്രാഥമിക നോഡൽ ഏജൻസിയായി പ്രവർത്തിക്കും. നിർമ്മാണ പ്രക്രിയയുടെ ഓരോ ഘട്ടത്തിലും വ്യോമസേന നേരിട്ട് ഇടപെടുന്നത് ഇതാദ്യമായാണ്. സാധാരണയായി ആയുധ നിർമ്മാണ വേളകളിൽ സായുധ സേനകൾ അവരുടെ ആവശ്യകതകൾ പറയുകയും പ്രതിരോധ കമ്പനികൾ അതനുസരിച്ച് ആയുധം നിർമ്മിക്കുകയാണ് പതിവ്. എന്നാൽ ഈ പദ്ധതി പ്രകാരം വ്യോമസേന നേരിട്ട് രൂപകൽപ്പനയിലും വികസന പ്രക്രിയയിലും പങ്കാളിയാകും. രൂപകൽപ്പനയുടെ ഉടമസ്ഥാവകാശം നേടുന്നതിലൂടെ ഭാവിയിൽ മാറിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തന ആവശ്യകതകൾക്കനുസരിച്ച് ഡ്രോണിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനോ നവീകരിക്കാനോ വ്യോമസേനയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം ലഭിക്കും. വിദേശ വിൽപ്പനക്കാരെയോ സ്വകാര്യ കമ്പനികളെയോ ആശ്രയിക്കേണ്ടതായും വരില്ല. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.